അമേരിക്കയെ ലോകം സൂപ്പർ പവർ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോക രാഷ്ട്രീയവും സാമ്പത്തികവും രൂപപ്പെട്ടതാണ്. ഇന്ന് വരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ നേരിടാൻ ലോകം ആദ്യം നോക്കുന്നത് അമേരിക്കയിലേക്കാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ലോകം ആശങ്കയിലായിരുന്നു. എണ്ണവില കുത്തനെ ഉയർന്നതോടെ യൂറോപ്പിൽ നിന്ന് തുടങ്ങി ഏഷ്യ വരെ പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകൾ തന്നെ തകർന്നുപോയി. എന്നാൽ ആ സമയത്ത് തന്നെ അമേരിക്ക മുന്നോട്ട് വന്നു. ഉപരോധങ്ങളിലൂടെയും തീരുവകളിലൂടെയും റഷ്യയുടെ വരുമാനം നിയന്ത്രിക്കാനും ലോകവിപണിയിലെ അനിശ്ചിതത്വം കുറയ്ക്കാനും അമേരിക്കയാണ് നേതൃത്വം നൽകിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവ, പിന്നീട് കൂട്ടിച്ചേർത്ത 25% അധിക തീരുവ എല്ലാം ലോകത്ത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ചിലർ വിമർശിച്ചുവെങ്കിലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചത് അമേരിക്കയുടെ ഉറച്ച നീക്കങ്ങളാണ്. ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക സ്വീകരിച്ച തന്ത്രം വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരു വശത്ത് റഷ്യയുടെ എണ്ണ ആശ്രയം കുറയ്ക്കാൻ ലോകത്തെ നിർബന്ധിതമാക്കിയപ്പോൾ മറുവശത്ത് സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ നോക്കുവാൻ അമേരിക്ക ശ്രമിച്ചു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വില കുറഞ്ഞ റഷ്യൻ എണ്ണ വലിയ ആശ്വാസമായിരുന്നുവെങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദം ഇന്ത്യയെ തളർത്തി. ഫോക്സ് ന്യൂസിനോട് നടത്തിയ അഭിമുഖത്തിൽ ട്രംപ് തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞു. ഇന്ത്യയെ നഷ്ടപ്പെട്ടത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി, പക്ഷേ ആവശ്യമെങ്കിൽ വീണ്ടും നടപടികൾ സ്വീകരിക്കാം. ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയുടെ സൗഹൃദവും സമ്മർദ്ദവും ചേർന്ന നയമാണ്. ലോകത്തെ മുന്നോട്ട് നയിക്കാൻ സൗമ്യതയും കഠിനതയും ഒരുപോലെ ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് അമേരിക്ക കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലപാട് പലപ്പോഴും ലോകത്തിൻ്റെ നിലപാടായി മാറാറുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. പ്രതിരോധ രംഗത്തോ IT രംഗത്തോ ശാസ്ത്ര സാങ്കേതിക സഹകരണ മേഖലകളിലോ അമേരിക്ക ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായി നിന്നിട്ടുണ്ട്. റഷ്യൻ എണ്ണ പ്രശ്നത്തിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അത് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് ലോകവിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഇന്ത്യക്ക് ലഭിക്കുന്ന വില കുറഞ്ഞ എണ്ണ വലിയൊരു നേട്ടമായിരുന്നുവെങ്കിലും അത് ദീർഘകാലത്ത് രാഷ്ട്രീയ പ്രതിസന്ധികളിൽ കലാശിക്കുമെന്ന ഭയം അമേരിക്ക തുറന്നു പറഞ്ഞു. ഇന്ത്യയെ ഗ്ലോബൽ പ്ലെയർ എന്ന് അംഗീകരിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസ്താവന അമേരിക്കയുടെ ഇന്ത്യൻ ബന്ധത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ലോകത്ത് അമേരിക്കയുടെ നേതൃപദവി അംഗീകരിക്കേണ്ടി വരുന്ന വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടലുകൾ ഇന്ത്യക്ക് വെറും സമ്മർദ്ദമല്ല, മറിച്ച് ഭാവിയിലെ സുരക്ഷയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഊർജ പ്രതിസന്ധിയിലായിരുന്നു. എണ്ണവില കുത്തനെ ഉയർന്നതോടെ ഭക്ഷണ വിലയും ചരക്ക് ഗതാഗത ചെലവും വൈദ്യുതി നിരക്കുകളും ഉയർന്നു. സമ്പദ് വ്യവസ്ഥകൾ തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ ആ വിപണി നിയന്ത്രിക്കാൻ അമേരിക്ക മുന്നോട്ട് വന്നു. ഉപരോധങ്ങളിലൂടെയും റഷ്യയുടെ വരുമാനം തടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സൗഹൃദ രാജ്യങ്ങൾക്ക് സുരക്ഷിത വിതരണ മാർഗങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. എണ്ണവിലയിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാതെ വിപണി താങ്ങി നിന്നത് അമേരിക്കയുടെ സുതാര്യ ഇടപെടലിന്റെ വിജയം കൂടിയാണ്. ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി അമേരിക്ക തന്നെയാണ് രക്ഷാകവചമായി നിന്നത് എന്നതാണ് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ വെളിവാക്കുന്നത്. റഷ്യയുടെ എണ്ണയ്ക്ക് ഏറ്റവും വലിയ ഉപയോക്താക്കളിൽ ഒരാൾ ചൈന തന്നെയായിരുന്നു. ചൈനയുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ റഷ്യൻ എണ്ണയുടെ ആശ്രയം തന്നെ അമേരിക്ക സമ്മർദ്ദമായി ഉപയോഗിച്ചു. ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ച്. ചൈനയ്ക്കെതിരെയും നടപടികൾ കടുപ്പിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുന്ന ഏക രാഷ്ട്രമാണ് അമേരിക്ക. കാരണം സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ചേർന്നാണ് അമേരിക്കയുടെ ആത്മവിശ്വാസം. ലോക വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന്റെ പ്രാധാന്യം, അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളിൽ അമേരിക്കയുടെ നിയന്ത്രണം, നാറ്റോയിലെ അമേരിക്കയുടെ മേൽക്കോയ്മ, ഇവയെല്ലാം ചേർന്നാണ് അമേരിക്കയുടെ ശക്തി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൈന പോലുള്ള മഹാശക്തിയും അമേരിക്ക നേരിടുമ്പോൾ സൂക്ഷ്മമായി മാത്രം പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അലാസ്കയിലെ ആ ഉച്ചകോടിയിൽ നിന്ന് ലോകം പ്രതീക്ഷിച്ചത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ നിറവേറ്റാനായില്ല. പക്ഷേ അതുകൊണ്ട് അമേരിക്കയുടെ ശ്രമം വില കുറഞ്ഞിട്ടില്ല. മറിച്ച് ലോകത്തിലെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഏക രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു. ശാന്തിക്കായി സംസാരിക്കാനും ആവശ്യമായ സമ്മർദ്ദം ചെലുത്താനും കഴിയുന്ന രാഷ്ട്രം അമേരിക്ക മാത്രമാണെന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തു. ട്രംപ് തന്നെ തുറന്നു പറഞ്ഞതുപോലെ ആവശ്യമെങ്കിൽ തീരുവകൾ കൂടുതൽ കടുപ്പിക്കും എന്ന ആത്മവിശ്വാസം അമേരിക്കയുടെ നേതൃപദവിയെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ലോകത്തെ സംഘർഷങ്ങളിൽ ഇടപെടാൻ ശക്തിയുള്ള ശക്തിയായി അമേരിക്ക തന്നെ നില ഉറപ്പിച്ചിരിക്കുകയാണ്. 25% തീരുവയും അതിനു മുകളിൽ അധിക 25% തീരുവയും പ്രഖ്യാപിച്ചപ്പോൾ പല രാജ്യങ്ങളും ആശങ്കയിലായി. എന്നാൽ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ നീക്കമാണ് ലോക വിപണിയുടെ സ്ഥിരതയ്ക്ക് കാരണമായി.
സാധ്യമായത്. റഷ്യയുടെ എണ്ണ ആശ്രയം കുറയ്ക്കാനാണ് രാജ്യങ്ങൾ തുടങ്ങിയത്. എന്നാൽ അമേരിക്ക തന്നെ തന്റെ സാമ്പത്തിക പ്രാബല്യവും അന്താരാഷ്ട്ര പങ്കാളിത്തവും ഉപയോഗിച്ച് രാജ്യങ്ങളെ സുരക്ഷിതമായ ഒരു വഴിയിലേക്ക് നയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ തീരുമാനങ്ങൾ ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചു. അമേരിക്കയുടെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ഇന്നത്തെ ലോകത്ത് ആരാണ് യഥാർത്ഥ നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ സംശയവുമില്ലാതെ ഒരേ ഒരു ഉത്തരമാണ് ലഭിക്കുക: അമേരിക്ക. എണ്ണ വിപണിയിൽ നിന്നും തുടങ്ങി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അമേരിക്ക ഇടപെടുന്നുണ്ട്. റഷ്യയുടെ ആക്രമണത്തെ നേരിടാൻ യുക്രൈന് നൽകിയ സൈനിക സഹായം മുതൽ എണ്ണ വിപണിയിലെ നിയന്ത്രണം വരെ എല്ലായിടത്തും അമേരിക്കയുടെ ശക്തമായ സാന്നിധ്യമാണ് ലോകത്തെ സ്ഥിരതയിലേക്ക് നയിക്കുന്നത്. ഇന്ത്യ പോലുള്ള വലിയ രാഷ്ട്രങ്ങൾ പോലും അമേരിക്കയുടെ നിലപാട് അവഗണിക്കാത്ത വിധം അത് ശക്തമായി മാറിയിരിക്കുന്നു. അമേരിക്കയെ ലോകത്തിന്റെ രക്ഷാകവചം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിൽ യാതൊരു അതിശയോക്തിയും കാണുന്നില്ല. അമേരിക്ക തന്റെ ശക്തിയും ഉത്തരവാദിത്വവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ നേതാവായി തന്നെ അമേരിക്ക മാറുകയാണ്.